അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ജമ്പറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ് വീഡിയോ മുന്നത്തെ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിന് നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കം ഒരു 5.5 ഇഞ്ച് എടുത്തിക്കണം കേട്ടോ. അതൊരു 16 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അടിക്കുന്നതാണ് കേട്ടോ. വിഡ്ത്ത് 3 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അടിയിലൊരു മോഡൽ വെക്കാൻ വേണ്ടിയിട്ടാണോ അതിനൊരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇറക്കം 1.5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഷേപ്പ് ഇത് നമ്മൾ റൗണ്ട് നെക്കാണ് കേട്ടോ വരയ്ക്കുന്നത്. റൗണ്ട് നെക്ക് എന്നിട്ട് താഴത്തേക്ക് ഇതുപോലൊരു മോഡൽ. ഈ ഒരു മോഡൽ നെക്കാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അതേപോലെ വരച്ച നെക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പീസ് ലൈനിങ് പീസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിവിടെ ഇങ്ങനെ അടിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളിതുപോലെ ജമ്പറിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ലൈനിങ് നമ്മൾ നടുക്കുക ഒരടി അടിച്ച് ലൈനിങ് ഇതുപോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ നെക്ക് പിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അതിൽ ഇതുപോലെ നെക്ക് വെച്ചിട്ട് നമ്മളിതാ നെക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം സെൻറ്ററിൽ കൂടെ ഒരു അടി അടിച്ച് വെക്കുന്നുണ്ട്. സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പം നെക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ റൗണ്ടിൽ. അപ്പം നമ്മൾ നെക്ക് ഇതുപോലെ അടിച്ച് മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം നെക്കിൻ്റെ ഇവിടെ നമ്മൾ പീസ് വെച്ച് ഒരു മോഡൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ കളറും ഇത് പാവാടയാണ്. ഈ പാവാടൻ്റെ കളർ പീസും ടോപ്പിൻ്റെ കളർ പീസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മോഡൽ ചെയ്യാൻ. അപ്പം നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മോഡലായി. അപ്പം നമ്മളിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പാവാട തുണിയാണ്. ഇത് നമ്മളെ ടോപ്പിൻ്റെ തുണി. അങ്ങനെ രണ്ടും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒരു മോഡലായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നെക്കിൻ്റെ ചുറ്റുഭാഗം. ഇനി നമ്മളിതായി ലൈനിങ് മൊത്തം അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റുഭാഗം. പിന്നെ നമ്മൾ ബാക്ക് വശത്തേക്കുള്ള ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇതുപോലെ റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അടിച്ച് മറയ്ക്കാൻ പോവുകയാണ് റൗണ്ട് നെക്ക്. അതിന് വേണ്ടി ഇതുപോലത്തെ നമ്മൾ ടോപ്പിൻ്റെ തുണിയിൽ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ലൈനിങ് ഇതുപോലെ ഒറിജിനൽ പീസിൻ്റെ മേലെ വെച്ചിരിക്കണം കേട്ടോ. ഇതുപോലെ ലൈനിങ്ങിൽ ആ പീസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ സെൻറ്ററായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒറിജിനൽ പീസിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ നെക്ക് അടിച്ച് മറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കും ഫ്രണ്ടും കൂടിയും യോജിപ്പിക്കാൻ പോകും കേട്ടോ. ഷോൾഡർ കൂട്ടിയിട്ട് ഷോൾഡർ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ അത് അങ്ങോട്ടാക്കിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഭാഗത്തുള്ള ഷോൾഡറും. ഇനി നമ്മൾ കൈ റെഡിയാക്കുകയാണ് കേട്ടോ. അതിന് ലൈനിങ്ങും ഒറിജിനൽ പീസും കൂടി ഇതുപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ പഫിന് ഞെറി കൊടുക്കുകയാണ് കേട്ടോ. പഫ് വയ്ക്കാനുള്ള ഞെറി കൊടുക്കുകയാണ് കൈക്ക്. അപ്പം കൈയിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഞെറി കൊടുക്കുന്നുണ്ട് കേട്ടോ പഫിന് വേണ്ടിയിട്ടുള്ള. താഴ്ഭാഗത്തും അതുപോലെ തന്നെ ഞെറി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതുപോലെ 2 ഇഞ്ച് വീതിയിൽ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അടിയിൽ കൈയുടെ അടിയിൽ പട്ട വയ്ക്കാൻ പോകും കേട്ടോ. ഇത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കൈ ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പഫ് ഒക്കെ വെച്ചിട്ട് ഇനി ഇത് നമ്മൾ ഈ ഇതുമ്മലേക്ക് യോജിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 കൈ ഇത് അറ്റാച്ച് ചെയ്ത് കഴിയാറായിട്ടോ. ഇനി നമ്മൾ ആ ടോപ്പിൻ്റെ അടിഭാഗം മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഇതുപോലെ 2 സൈഡും മടക്കി അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ടോപ്പിൻ്റെ സൈഡ് കൂട്ടുകയാണ് കേട്ടോ. അടിഭാഗം മടക്കി അടിക്കൽ കഴിഞ്ഞ് ടോപ്പിൻ്റെ സൈഡ് കൂട്ടുകയാണ്. ഒരു ഭാഗം ഒരു സൈഡ് ഇതുപോലെ മൊത്തത്തിൽ സൈഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് ഇതുപോലെ നമ്മൾ സിബ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ സിബ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അടിക്കുക. ആ കൈയിൻ്റെ ആ സൈഡിൽ നിന്ന് ഇതുപോലെ സിബ് വെച്ചിട്ടാട്ടോ അടിക്കുന്നത്. സിബ് അടിക്കുന്നു. ഇത് അപ്പുറത്തെ സൈഡ് കേട്ടോ. ഒരു സൈഡ് അടിച്ച് വെച്ച് ഞാൻ അപ്പുറത്തെ സൈഡ് ഇതുപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. സിബ് അടിച്ചിട്ട് ഇതാ ഇങ്ങനെ വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി ബാക്കി ഭാഗം തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതാ ഇതുപോലെ വയ്ക്കും. ഇൻവിസിബിൾ സിബ് കേട്ടോ. സിബ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സിബ് ഇവിടെ ഉള്ളതായിട്ട് അധികം അറിയില്ല. ഉണ്ടോ സൈഡാണ്. ഇനി നമ്മൾ ആ സിബ് വെച്ചതിൻ്റെ അവിടുത്തെ കൈ യോജിപ്പിക്കേണ്ട ഇവിടേക്ക്. അപ്പോൾ ഈ സിബിൻ്റെ ബാക്കി ഭാഗം നമ്മളിതുപോലെ പുറത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിവിടെ അടിക്കുന്നത് കേട്ടോ. ഇതുപോലെ അളവിൽ അതുവരെ അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സിബുള്ള കാരണം മൊത്തം അടിക്കാൻ പറ്റൂല. ഇതുപോലെ പകുതി അതുവരെ സിബ് വെച്ചവരെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് സിബ് ബാക്കി വരുന്ന സിബ് ഇതങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ.
അപ്പം നമ്മൾ ഈ ടോപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജമ്പർ പൗഡറിൻ്റെ പോലത്തെ അടിയിലിടുന്ന അല്ല മേലെ ഇടുന്ന ജമ്പർ കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് ലുക്ക്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.